എല്ലാവർക്കും നമസ്കാരം. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകോട്ട കോവിലകം ക്ഷേത്രങ്ങൾ ദേശീയപാതയിൽ കൊയിലാണ്ടി ആനക്കുളം റോഡിൽ നിന്ന് 4 കിലോമീറ്റർ വടക്ക് ഭാഗം മുജുകുന്ന് കോട്ടയിൽ ക്ഷേത്രവും തെക്കുഭാഗത്ത് കോവിലകം ക്ഷേത്രവും റോഡിന് വശം ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ശാന്തമായ തപോവന സൗന്ദര്യം, വാസ്തുശില്പ വൈദഗ്ധ്യം വിളിച്ചോതുന്ന കോട്ടയും കുളവും, ഭക്തിയും ശാന്തിയും കളിയാടുന്ന ക്ഷേത്രാന്തരീക്ഷം, അനാർഭാടവും നിർവൃതി അരുളുന്നതുമായ ക്ഷേത്രച്ചടങ്ങുകൾ, ഇതെല്ലാം ശ്രീ കോട്ടയിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ഋഷീശ്വരന്മാരുടെയും തപസ്വികളുടെയും പ്രാർത്ഥനാഫലമായി ശ്രീ പരമേശ്വരൻ കൈലാസതുല്യനായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് ശ്രീ കോട്ടയിൽ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. നിബിഡവനമായിരുന്ന ഈ പ്രദേശത്ത് മുജുകുന്ദൻ എന്ന രാജർഷി തപസ്സനുഷ്ഠിക്കുകയും ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്കും മക്കളായ സുബ്രഹ്മണ്യൻ, ഗണപതി എന്നീവർക്കുമൊപ്പം ആദിത്യദേവനോടും കൂടി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് ആരാധിക്കുവാനായി 5 സ്വയംഭൂ ശിലകളായി മാറി അപ്രത്യക്ഷനാവുകയും ചെയ്തു. തപസ്വികളായ ഋഷിവര്യന്മാരുടെ സ്വർഗാരോഹണം ഭക്തവിശ്വാസങ്ങൾ കുറഞ്ഞുവരാനും നിത്യപൂജാതി കർമ്മങ്ങൾക്ക് മുടക്കം വരാനും കാരണമായി. കൊടും കാട്ടിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് വെറുതെ കിടന്നിരുന്ന സ്വയംഭൂശിലകൾക്ക് ദേവന്മാർ പൂജ ചെയ്തു. കോട്ടയിൽ ക്ഷേത്രത്തിൽ ഉത്സവകാലമൊഴിച്ച് രാത്രികാലങ്ങളിൽ നിത്യപൂജയില്ല. രാത്രി ദേവപൂജയാണെന്നാണ് സങ്കല്പം. പണ്ട് ഇവിടെ വിറക് ശേഖരിക്കുവാൻ വന്ന ഒരാൾ തൻ്റെ ആയുധം മൂർച്ചയാക്കുമ്പോൾ ദേവചൈതന്യം ദർശിക്കാനിടയായി. ഭയവും വിഭ്രാന്തിയും പൂണ്ട് അദ്ദേഹം വളരെ ദൂരം ഓടിച്ചെന്ന് വേണ്ടപ്പെട്ടവരെ വിവരമറിയിച്ചു. അവരിൽ നിന്നും കാര്യം ഗ്രഹിച്ച എടമന ഇല്ലത്തെ നമ്പൂതിരിയും പരിവാരങ്ങളും കാടിനകത്തെ സ്വയംഭൂശിലകൾ ദർശിച്ചു. തൊട്ടടുത്ത മങ്ങാട്ട് എന്ന വീട്ടിലെ മാണിക്യം എന്ന സ്ത്രീയെ വിളിച്ചു വരുത്തി സ്ഥലശുദ്ധീകരണത്തിന് ശേഷം ചൊട്ടയിലെ നിവേദ്യം സമർപ്പിച്ചു. ഇതാണ് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം. ആദ്യമായി സ്വയംഭൂശിലകൾ ദർശിച്ചതിൻ്റെ പ്രതീകാത്മക ചടങ്ങുകൾ ഇപ്പോഴും ഉത്സവത്തോടനുബന്ധിച്ച് നടന്നുവരുന്നു. ഐതിഹ്യപ്രധാനവും ഭക്തിനിർഭരവുമായ ഈ ചടങ്ങാണ് മാണിക്യം വിളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊടിയേറ്റ ദിവസം കോവിലകം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന അനാർഭാടവും ഭക്തിനിർഭരവുമായ എഴുന്നള്ളത്ത് കോട്ടയിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ തുറന്ന് കാടിനപ്പുറമുള്ള മങ്ങാട്ട് വീടിനെ ലക്ഷ്യം വെച്ച് മാണീ എന്ന് നെട്ടിവിളിക്കും. ഭക്തിയുടെ കുളിർമയേകുന്ന ഓങ്കാരനാദമലയടിക്കുന്ന മറുമൊഴിയും കേൾക്കാം. ആനന്ദാനുഭൂതി പകരുന്ന ഈ ചടങ്ങ് ആറാട്ട് ദിവസവും നടക്കുന്നു. മുജുകുന്ദൻ എന്ന രാജർഷിയുടെ തപസ്സിനാൽ മുജുകുന്ന് കോട്ട എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രേഷ്ഠമായ ദക്ഷയാഗം നടന്ന ശ്രീകൊട്ടിയൂർ ക്ഷേത്രത്തിന് സമാനമായി പല സവിശേഷതകളും നമുക്ക് ദർശിക്കാം. വിശിഷ്ടമായ യാഗാവിശിഷ്ടങ്ങൾ ക്ഷേത്ര പുനർനിർമ്മാണ വേളയിൽ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. പിന്നീട് അവ ക്ഷേത്രത്തിൻ്റെ കന്നുമൂലയിലുള്ള കിണറിൽ നിക്ഷേപിച്ച് കരിങ്കൽ പലികകളാൽ മൂടിയാണ് ഇപ്പോഴത്തെ ക്ഷേത്ര നാലമ്പല ചുമര് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയുള്ള ഇളനീർക്കാവ് വരവുകളും ഇളനീർ വെപ്പും ആറാട്ട് ദിവസം വൈകിട്ട് കോട്ടയിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഇളനീരാട്ടവും അതിശ്രേഷ്ഠമായ ഉത്സവ ചടങ്ങുകളാണ്. കോട്ടയിൽ ക്ഷേത്രത്തിൽ കാവിനുള്ളിൽ നാഗപ്രതിഷ്ഠയുമുണ്ട്. മഹത്തായ പൈതൃകത്തിൻ്റെ ഈടുവെപ്പുകളാണ് കോട്ടയിൽ ക്ഷേത്രക്കുളവും കോട്ടമതിലും. പഴമയുടെ ഗരിമയോടെ നിത്യവിസ്മയങ്ങളായി നിലകൊള്ളുന്ന നിർമ്മിതികളാണിവ. ശില്പചാരുതയോടെ ചെങ്കല്ലിൽ പണിത കുളവും കന്മതിലും നിർമ്മാണ ശൈലി കൊണ്ട് ഏറെ വ്യത്യസ്തത പുലർത്തുന്നുമുണ്ട്. ഇവിടുത്തെ കോട്ടമതിലിന് കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലായി കുറ്റൻ കവാടങ്ങളുണ്ട്. ഇവ കരിങ്കല്ലിലാണ് നിർമ്മിച്ചത്. കോട്ടമതിലിൻ്റെ ഗോപുരദ്വാരങ്ങളായ ഇവ ആനയ്ക്ക് യഥേഷ്ടം കടന്നുപോകാൻ കഴിയുന്ന വിധമാണ് രൂപകൽപ്പന ചെയ്തത്. അത്യപൂർവമായ വൃക്ഷസസ്യലതാദികളും ജീവജാലങ്ങളും കൂടിക്കലർന്ന ഒരു ജൈവമേഖലയാണ് കോട്ടയിൽ കാവ്. ഇനിയും നശിക്കാതെ അവശേഷിച്ചു നിൽക്കുന്ന കന്യാവന സ്ഥലികളിൽ ഒന്നാണിത്. ഔഷധ സസ്യങ്ങളും വള്ളിക്കാവുകളും വൻമരങ്ങളും കൊണ്ട് ഉദ്യാന ശോഭയോടെ പരിലസിക്കുന്ന ഇവിടം ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അപൂർവമിന ശലഭങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണിവിടം. കൂടാതെ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ 200-ൽ പരം വിഭിന്നങ്ങളായ വർഗത്തിൽപ്പെട്ട ചെറുതും വലുതുമായ 4000-ഓളം വൃക്ഷങ്ങളുടെ സാന്നിധ്യവും ഈ കാവിലുണ്ട്. അതിപ്രാചീന കാലം മുതൽ സവിശേഷമായ ക്ഷേത്രാചാരങ്ങളാൽ പ്രസിദ്ധമായി തീർന്ന മുജുകുന്ന് ശ്രീ കോട്ട കോവിലകം ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഏറെ വ്യത്യസ്തവും ആചാരപരമായ പ്രത്യേകതകളാൽ ശ്രദ്ധേയവുമാണ്. ദ്വാപരയുഗവാസകാലത്ത് ഋഷീശ്വരന്മാരുടെയും താപസശ്രേഷ്ഠന്മാരുടെയും പ്രാർത്ഥനാബലമായി ഭഗവാൻ പരമശിവൻ, പാർവതീദേവി, ഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യസ്വാമി, ആദിത്യദേവൻ എന്നിവരോടൊത്ത് പ്രത്യക്ഷപ്പെടുകയും ദേശത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്ത് കുടികൊള്ളുകയും ചെയ്ത ദേവസ്ഥാനമാണിത്. ഭഗവാൻ വാതിൽ കാപ്പവരും സ്വയംഭൂനാഥനുമായി വാണല്ലുന്ന പുണ്യസ്ഥലമാണ് ശ്രീ കോട്ടയിൽ ക്ഷേത്രം. കോവിലകം ക്ഷേത്രത്തിൽ വാതിൽ കാപ്പവർ പാർവതീ സമേതനായാണ് കുടികൊള്ളുന്നത്. ദേശദേവനായ ഭഗവാന്റെയും ഭഗവതിയുടെയും ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം 2024 മാർച്ച് 9 മുതൽ 15 കൂടി നടത്തപ്പെടുകയാണ്.
ശ്രീകോവിലകം ക്ഷേത്ര തിരുമുറ്റത്ത് പുതുതായി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം നടത്തിയത് പ്രശസ്ത സിനിമാ നടൻ മനോജ് കെ ജയനാണ്. മനോജ് കെ ജയന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് മുജുകുന്ന് കോട്ടയിൽ ക്ഷേത്ര പരിസരം. 1992 പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ ഒരുക്കിയ സർഗം സിനിമയുടെ പ്രധാന ലൊക്കേഷൻ കോട്ടയിൽ ക്ഷേത്രവും കുളവും കാവും പരിസരങ്ങളുമായിരുന്നു. 7 ദിവസം നീണ്ടുനിന്ന ചിത്രീകരണം അക്കാലത്ത് നാട്ടുകാർക്ക് ഏറെ കൗതുകമായിരുന്നു. ഈ സിനിമയിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രമാണ് മനോജ് കെ ജയനെ അഭിനയ രംഗത്ത് ശ്രദ്ധേയനാക്കിയത്. തൻ്റെ പല അഭിമുഖങ്ങളിലും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. മുജുകുന്ന് കോട്ട ക്ഷേത്രത്തിലെ കഞ്ഞി, മുതിര, ചക്കപ്പുഴുക്ക്, അച്ചാറ്, തൊടുകറി, പപ്പടം ചേർന്ന പ്രസിദ്ധമായ പ്രസാദഊട്ട് വാഴത്തട വെച്ച് ഇലയിൽ കഞ്ഞിയും പുഴുക്കും വിളമ്പിക്കൊടുത്ത് പൗരാണികമായ ആചാരണ തത്വം ഒട്ടും ചോർന്നു പോകാതെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് സംഘാടകർ. കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. മുജുകുന്ന് കോട്ടയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം.